ഈ പൊതുവെ സെക്സ്, സെക്ഷുവാലിറ്റി തുടങ്ങിയ വിഷയങ്ങൾ സ്ത്രീകൾ ഇപ്പം സ്ത്രീകളായിട്ടുള്ള കഥാകാരികൾ ചർച്ച ചെയ്യുമ്പം അവരെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട് സമൂഹത്തിന്, പല രീതിയിലുള്ള കള്ളികളിലാക്കിയും കൊണ്ട്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അത്തരത്തിൽ ഇൻറ്റിമേറ്റ് സീനുകളുള്ളൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ മേക്കിംഗ് സമയത്തോ, പ്രൊഡക്ഷനിലോ, പോസ്റ്റ് പ്രൊഡക്ഷനിലോ, അല്ലെങ്കിൽ അതിന് ശേഷമോ, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്ന ഒരു അവസരത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ പൊതുസമൂഹം നമ്മളെ കാണുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് വളരെ എന്താ പറയുക, സാധാരണമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് വന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്ന്. അപ്പം ആ തരത്തിൽ നമ്മുടെ ഒരു ആവിഷ്കാരത്തെ ആളുകൾ കാണുന്നതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? മെച്യൂർഡ് ആയിട്ടുണ്ടോ ഓഡിയൻസ്? ഇപ്പോൾ ഞാൻ ഈ സിനിമ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ഞങ്ങളുടെ ടീമിൻ്റെ മുന്നിലേക്ക് വെച്ചപ്പോൾ അവരൊരിക്കലും എന്നെ ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മുന്നോട്ട് വെച്ച കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിലല്ല അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരൊരു ആർട്ടിസ്റ്റ്, അവരുടേതായ ഒരു ആശയമായി വരുന്നു. അപ്പോൾ നമ്മളത് ഒരുമിച്ച് ചേർന്ന് നമ്മൾ അത് വർക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സിനിമ ചെയ്തതും കംപ്ലീറ്റ് ആയതും. സോ ഇപ്പം ഇവരൊക്കെ പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അത് ആദ്യകാലം മുതൽക്കേ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം സ്ട്രക്ചറും. ഇപ്പം കുറച്ചധികം കാലമായിട്ട് മാത്രമാണ്, കുറച്ച് കാലമായിട്ടേ ഉള്ളൂ അതിനൊരു മാറ്റം വന്ന് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു പ്രവർത്തനങ്ങളും എല്ലാം ഒരു ഈക്വാലിറ്റി എന്നുള്ള ഒരു ചിന്തയും റിയലൈസേഷനും, സ്ത്രീകൾ കുറച്ചും കൂടെ എല്ലാ മേഖലകളിലും മുന്നോട്ട് വരികയും കുറച്ചും കൂടെ ആളുകൾ കുറച്ച് ഓപ്പൺ ആവുകയും റോയായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾ കുറച്ച് കാലമായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ മെയിൽ ഡോമിനൻസ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചോദ്യം ഒരുപാട് നേരിട്ടിട്ടുള്ളതാണ്, ഈ സ്ത്രീ എന്ന നിലയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഈ ഒരു വിഷയം ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, ഇതുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് എല്ലാ ഇടത്തും, എല്ലാ മേഖലയിലും, സിനിമകൾ മാത്രമല്ല, ഇത് എല്ലാ മേഖലയിലും. ഇപ്പം രത്തിനമാൻ പറഞ്ഞ പോലെ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ ഒരു സ്ത്രീ കുറച്ച് കൂടി ഒരു കാർ ഓടിച്ച് പോവുകയാണെങ്കിൽ എനിക്കറിയാം, എൻ്റെ ഒപ്പമുള്ളവർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാലും ഒരു പെണ്ണ് അങ്ങനെ ആ ബെൻസൊക്കെ ഓടിച്ച് പോകുന്നതെന്ന് എൻ്റെ ഒപ്പമുള്ളവർ പറയുന്നത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ചിന്ത അവർ ചിലപ്പോൾ ഇൻറ്റൻഷനലി പറയുന്നതായിരിക്കില്ല. സോ അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇൻബോണായിട്ടോ അല്ലെങ്കിൽ അത് കിടപ്പുണ്ട്. അപ്പം അത് പല സാഹചര്യത്തിലും അത് പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയാണുള്ളത്. അപ്പോൾ ഈ ആ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ മെയിൽ ഡോമിനൻസ് എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇവർക്ക് ഒരുപാട്, കാരണം ഞങ്ങൾ ഇതൊരു മേഖലയാണെങ്കിലും അത് പല രീതിയിലാണ് ഇതിൻ്റെ വർക്ക് പോകുന്നത്. ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സ്മൂത്തായിട്ട്, ചിലപ്പം എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ വർക്ക് കുറച്ച് വേഗം നടന്നു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് ഇൻഡസ്ട്രിയിലല്ല, അത് വേറൊരു ഏരിയ ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ, എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഞാൻ 2 കൊല്ലം IFFKയിൽ എനിക്ക് എൻ്റെ സിനിമയായിട്ട് പോകാൻ പറ്റി. പക്ഷേ എൻ്റെ ഒപ്പമുള്ളവർ ഏകദേശം ഒരു 10-15 കൊല്ലം വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ടാണ് അവർ 15ാമത്തെ അല്ലെങ്കിൽ 14ാമത്തെ കൊല്ലമാണ് അവർ IFFKയിൽ പോകുന്നത്. സോ ഇതൊരു നീണ്ടൊരു വർക്കാണ്, ഒരു ത്രൂ ഔട്ട് പ്രോസസ്സാണിത് ഇതിന് ഉള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് വന്നെങ്കിൽ, ഇപ്പം ഞാൻ IFFKയിൽ പോയപ്പോൾ ഏകദേശം മലയാള സിനിമയിൽ തന്നെ 4 സ്ത്രീ സംവിധായകരുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട്, പ്രത്യേകിച്ച് KSFDCയുടെ ഫണ്ടിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ പറഞ്ഞ പോലെ മെയിൽ ഡോമിനൻസിൻ്റെ പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല. കാരണം ഞങ്ങളെല്ലാം സിനിമ പാഷനേറ്റായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ, അപ്പോൾ നമുക്ക് റെമ്യൂണറേഷൻ ഇല്ല, നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി സിനിമ എന്നുള്ളൊരു സ്വപ്നം മൂലം നമ്മൾ വർക്ക് ചെയ്യുമ്പം എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് കണ്ട അത്തരത്തിലൊരു തുല്യമായിട്ടുള്ളൊരു കൺസിഡറേഷനാണ് എനിക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ ഞാൻ നാളെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇത് മാറും, ഇതിൻ്റെ സിറ്റുവേഷൻ മാറും, ആൾക്കാരെന്നെ അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ സാഹചര്യം മാറും, എനിക്കതറിയാം. പക്ഷേ ഇന്ന് എന്നെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഇല്ല എന്നല്ല, ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ കുറച്ചും കൂടെ കരുത്തരായിട്ട് മുന്നോട്ട് പോവുക, ശക്തമായിട്ടുള്ളൊരു നിലപാട് ക്യാരി ചെയ്യുക. അപ്പം
കാരണം ഇത് വേറൊരു തരത്തിൽ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഈ ഗിവ് ആൻഡ് ടേക്ക് സംഭവിക്കുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ എത്തി നിൽക്കാൻ പറ്റുന്നതെന്ന് ഉള്ള ബോധ്യം എനിക്കുണ്ട്. ഈ ഗിവ് ആൻഡ് ടേക്ക് നടക്കുക, അല്ലെങ്കിൽ ഒപ്പമുള്ളവർ, അത് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും, അവർ മനസ്സിലാക്കുന്നവരാണ്, അവർ കേൾക്കാൻ തയ്യാറാവുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും.